നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും രാജ്യ തലസ്ഥാനത്ത് ഇതിനോടകം തന്നെ നിരവധി പ്രതിഷേധങ്ങൾ നടത്തിക്കഴിഞ്ഞു. കെജ്രിവാളിനെ രാഷ്ട്രീയ പകപോക്കലിനായാണ് ഇ.ഡി. കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രിക്ക് ദില്ലി ഭരിക്കാൻ യാതൊരു അവകാശവുമില്ല. കെജ്രിവാൾ എത്രയും പെട്ടെന്ന് തന്നെ രാജിവെക്കണം, രാഷ്ട്രപതി ഭരണം ദില്ലിയിൽ ഏർപ്പെടുത്തണം എന്നീ ആവശ്യങ്ങളുമായാണ് ബി.ജെ.പി തെരുവിലേക്ക് ഇറങ്ങുന്നത്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ, ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ഇപ്പുറത്ത് മറുപടി എന്നോണം രണ്ട് പ്രതിഷേധം നടക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആം ആദ്മി പാർട്ടിയുടെയും ബി.ജെ.പിയുടെയും പ്രവർത്തകർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് പാർട്ടി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അവിടെ ബുദ്ധിമുട്ടിലാവുന്നത് തീർച്ചയായും പോലീസ് തന്നെയാണ്. ഈ പ്രതിഷേധങ്ങൾ തലസ്ഥാനത്തെ പോലീസിനുണ്ടാക്കി വെക്കുന്ന തലവേദന ചെറുതല്ല. എന്നാലും ഈ ഒരു സാഹചര്യത്തിനിടയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ മഹാറാലിയുമായി രാജ്യ തലസ്ഥാനത്ത് ഒത്തുകൂടിയത്. പക്ഷേ ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ഒരു മെഗാ റാലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ആം ആദ്മി പാർട്ടിയുടെയും കെജ്രിവാളിന്റെയും കള്ളത്തരം തുറന്നു കാണിക്കുമെന്ന് കൂടി ബി.ജെ.പി. അവകാശപ്പെടുന്നുണ്ട്. ഇരു വിഭാഗവും പോരിനിറങ്ങുമ്പോൾ തീർച്ചയായും അവിടെ പ്രതിഷേധം ഉണ്ടാകും, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിലൊക്കെ ദില്ലിയിൽ സംഘർഷ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളും ചില സൂചനകൾ നൽകുന്നത്. നിലവിൽ ദില്ലിയിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയുടെ പ്രവർത്തകരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഷേധിക്കുന്നതിനിടയിൽ രാജ്യ തലസ്ഥാനത്ത് വലിയൊരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി കനത്ത ജാഗ്രത പുലർത്തുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ്. നിലവിൽ എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാനാണ് ദില്ലിയിലെ ബി.ജെ.പി ഘടകം തീരുമാനിച്ചിരിക്കുന്നത്.